രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. തീരദേശത്ത് ഓണപ്പുടവയുമായി CP ട്രസ്റ്റ്. തീരദേശ മേഖലയിലെ എറിയാട്, എടവിലങ്ങ്, SN പുരം, മതിലകം, പെരിഞ്ഞണം, കയ്പമംഗലം, എടത്തുരുത്തി, വലപ്പാട്, നാട്ടിക, തളിക്കുളം, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ എന്നീ 12 ഗ്രാമപഞ്ചായത്തുകളിലെ അതിദരിദ്ര പട്ടികയിൽപ്പെട്ടവർക്കും ആശാവർക്കർമാർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും അംഗൻവാടി ജീവനക്കാർക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഉൾപ്പെടെയാണ് CP സ്വാലിഹിന്റെ നേതൃത്വത്തിലുള്ള CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇക്കുറി ഓണപ്പുടവ സമ്മാനിച്ചത്. ഓരോ പ്രദേശത്തും അതാത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഓണപ്പുടവ ഏറ്റുവാങ്ങി. ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ എളേടത്ത്, ഹിലാൽ കുരിക്കൽ, MA ബാബു, TM നിസാബ്, VB രവി കിരൺ, PC വിൻസെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ സമയത്തും സാധാരണക്കാരായ നമ്മെപ്പോലുള്ളവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സാലിക്ക് എപ്പോഴും പറയുന്നത്, ഓരോ സാഹചര്യത്തിൽ എന്ത് പ്രയാസം നേരിടുന്നുണ്ടോ പരമാവധി അദ്ദേഹത്താൽ കഴിയുന്നത് പോലെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, കുടിവെള്ള സംവിധാനമായാലും നമ്മുടെ കോവിഡ് സമയത്തുള്ള കോവിഡ് സെൻ്റർ ആയാലും വാക്സിനേഷൻ ആയാലും ഓരോരോ കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ ഒരു ഡയാലിസിസ് സെൻറ്റർ പുതിയത് നമ്മുടെ ആർക്കും അസുഖങ്ങൾ വരാതിരിക്കട്ടെ. ഇപ്പോൾ ഒരു വൃക്കരോഗത്തിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക നില എത്രത്തോളം തകരുന്നു എന്ന് ഏറ്റവും അടുത്തറിയുന്ന ആളുകളാണ് നമ്മൾ പലരും. അങ്ങനെ ആർക്കെങ്കിലും അഥവാ ഒരു അസുഖം വന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് 30 പേർക്ക് ഒരു ദിവസത്തിൽ ഡയാലിസിസ് ചെയ്യാവുന്ന സംവിധാനത്തോട് കൂടിയിട്ട് നമുക്ക് 2 മാസത്തിനകത്ത് നമ്മുടെ പുതിയ ഒരു ഡയാലിസിസ് സെൻറ്റർ വലപ്പാടിനും എടമുട്ടത്തിൻ്റെ ഇടയിലായിട്ട് ബീച്ച് റൂട്ടിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓൾറെഡി കുട്ടമത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടിയിട്ട് ഒരു 50ഓളം ഏക്കർ സ്ഥലത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത് അവിടേക്ക് ആവശ്യമുള്ള കഞ്ഞി നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അതിൻ്റെ തുടക്കം കുറിച്ചു. ഇപ്പോൾ പാലക്കാട്, കോഴിക്കോട് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്ന പോലെ സാലിക്ക പരമാവധി അദ്ദേഹത്തിന് ഇവിടെ നമുക്കറിയാം, അദ്ദേഹത്തിന് CSR ഫണ്ടൊന്നുമില്ല, നാട്ടിൽ വേറെ ബിസിനസ്സുകളൊന്നുമില്ല. വിദേശത്ത് അദ്ദേഹം ബിസിനസ് ചെയ്തിട്ട് അതിൻ്റെ ലാഭവിഹിതം എടുത്തിട്ടാണ് അദ്ദേഹം ഈ നാട്ടിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്നത്. 5 വർഷം ഇതുപോലെ തന്നെ നമുക്ക് ഭക്ഷണ കിറ്റായാലും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ എന്താ പറയുക, എങ്ങനെ ആളെ നമിച്ചാലും മതിയാകില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹരിതകർമ്മ സേന പ്രവർത്തകർക്ക് ഓണക്കിറ്റ്, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർക്ക്, ഹെൽപ്പർമാർക്ക്, അതുപോലെ തന്നെ ഞങ്ങൾ മെമ്പർമാർ ദേശം പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ വിഷമം സഹിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് മെമ്പർമാർ. പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്ക് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സാധിക്കട്ടെ. അത്രയും വിഷമസ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഈ ഭരണം കഴിഞ്ഞ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നൊരു മേഖലയിൽപ്പെട്ടവരാണ് വാർഡ് മെമ്പർമാർ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. സാധിക്ക ഞങ്ങളെ പഞ്ചായത്തിനും കൂട്ടിച്ചേർത്തുകൊണ്ട് 5 കൊല്ലം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് എന്തായാലും എല്ലാവരിലേക്കും എത്തിപ്പെടേണ്ട രീതിയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തി എല്ലാവിധ സഹായ സഹകരണം ചെയ്യുന്നതിന് ഒട്ടേറെ സ്നേഹവും അഭിനന്ദനവും അതോടൊപ്പം സാലിക്കക്കും കുടുംബത്തിനും അവരുടെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.